പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. വചനധ്യാനത്തിലേക്ക് സ്വാഗതം. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise you, Jesus Christ. Adore you, Jesus Christ. Worship you, Jesus Christ. Love you, Jesus Christ. Hallelujah, hallelujah. പലപ്പോഴും ഈ ബിസിനസ്സിലൊക്കെ വളരെ വിജയം വരിച്ചവർ, അല്ലെങ്കിൽ ഏത് തുറയിലായാലും വളരെ വിജയം വരിച്ചവർ, പെട്ടെന്നവർ ഈ നേട്ടങ്ങളൊക്കെ അവരുടേതാക്കി കളയുന്നു. അവർ പിന്നീട് വൻപ് പറയും. ഇത് സാത്താൻ്റെ ഒരു വലിയ കെണിയാണ്. അതായത് നമ്മൾ ലൂക്കായുടെ സുവിശേഷമൊക്കെ വായിച്ചു കഴിയുമ്പോൾ കർത്താവ് സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാരൂപിയാൽ നിറഞ്ഞ സമയത്ത് അവൻ സാത്താനാൽ ആനയിക്കപ്പെട്ട് മലയുടെ മുകളിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് സാത്താൻ കർത്താവിനൊരു ഓഫർ കൊടുക്കുന്നു. നീ നഗരം മുഴുവൻ കാണുവിൻ, അത് മുഴുവൻ എനിക്കുള്ളതാണ്. നീ എന്നെ ആരാധിച്ചാൽ ഇത് മുഴുവൻ നിനക്ക് ഞാൻ തരും. അപ്പോൾ കർത്താവ് അതിന് കൊടുത്ത മറുപടി, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ഈ ലൗകിക നേട്ടങ്ങൾ കൊണ്ട് അതുകൊണ്ട് മാത്രമൊന്നുമല്ല മനുഷ്യർ ജീവിക്കുന്നത് എന്ന് കർത്താവ് മറുപടി പറയുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച ചില വചനഭാഗങ്ങൾ എന്താണ് ഒരു ഡിസൈഡ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. 1 കൊറിന്തോസ് 15:10. ഇന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഇന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എല്ലാം കർത്താവ് നൽകിയ ദാനങ്ങളാണ്. എല്ലാം കർത്താവിൽ അർപ്പിക്കുക. അൾട്ടിമേറ്റ്ലി നമ്മൾ കുറച്ച് നാളത്തേക്ക് മാത്രം ഈ ഭൂമിയിലേക്ക് വന്ന ഒരു യാത്രികർ, നശ്വരനായ മനുഷ്യനാണെന്നുള്ള കാര്യം മറക്കരുത്. പക്ഷെ പലപ്പോഴും സാത്താൻ നമ്മുടെ കണ്ണ് കെട്ടിക്കളയും, അഹങ്കാരം നമ്മളെ മൂടിക്കളയും. ഇന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. വീണ്ടും നമുക്ക് കർത്താവിന് നന്ദി പറയാം. അത് സങ്കീർത്തനം 126:3. കർത്താവ് നമുക്കായി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. എൻ്റെ കഴിവിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ സ്നേഹവും അനുഗ്രഹവുമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ജാഗ്രതയോടെ വേണം നമ്മുടെ ഈ അല്പാൽപമായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാൻ. എല്ലാം കർത്താവിൻ്റെ ദാനം. നമ്മൾ തന്നെ കർത്താവിൻ്റെ സൃഷ്ടി. നമ്മളെക്കുറിച്ച് കർത്താവിന് വലിയ പദ്ധതികളുണ്ട്. അപ്പോൾ ആ ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് പോകുന്നവർക്ക് എല്ലാം ഗുണത്തിനായി പരിണമിക്കും. വചനം വീണ്ടും പറയുന്നുണ്ടല്ലോ, ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനം? വീണ്ടും പറയുന്നു, നിന്റെ നിക്ഷേപം എവിടെയാണോ അവിടെയാണ് നിന്റെ ആത്മാവ്. അപ്പോൾ ദൈവത്തിനേക്കാൾ ഉപരിയായി നമ്മൾ ഒന്നിനും ഒരു സ്ഥാനവും കൊടുക്കരുത്. ഞാനല്ലാതെ മറ്റൊരു ദൈവം
നിനക്ക് ഉണ്ടാകരുത്. പലപ്പോഴും പല കോൺവെർസേഷൻസൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു ഒരു ഏച്ചു കെട്ടിയ ദൈവത്തിനെയാണ് സംഭാഷണങ്ങളിൽ വെളിവാകുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ അത് ചെയ്തു, ഞാനത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ദൈവം താങ്ക് യു ജീസസ് എന്നൊക്കെ പറയാം. അങ്ങനെ ഒരിക്കലും നമ്മൾ സംസാരിക്കരുത്. ദൈവത്തിന് എപ്പോഴും ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് വേണം നമ്മുടെ എല്ലാ പ്രവൃത്തികളും. ഈ ഒരു തിരിച്ചറിവ്, ഈ അഹങ്കാരം നമ്മളെ വിഴുങ്ങരുത്. നമ്മളറിയാതെ തന്നെ നമ്മളെ അത് വിഴുങ്ങും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലൗകികമായ എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാകുന്നു എന്ന് നമുക്ക് തന്നെ തോന്നുകയാണെങ്കിൽ നമ്മൾ അത്രമാത്രം നമ്മൾ വിനീതരാകേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നന്മപ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ അതിന് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കരുത്. അതായത് 100, 500, 10,000 കോടിയൊക്കെ ആസ്തി സമ്പാദിച്ച് വെച്ചിട്ട് അതിൽ നിന്നൊരു 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ കൊടുത്ത്, അല്ലെങ്കിൽ ഒരു 10 കോടി കൊടുത്ത്, 10,000 കോടി ആസ്തിയുള്ള ഒരാൾ 10 കോടി എടുത്ത് കൊടുത്ത് അത് ചാരിറ്റി, അത് വലിയ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടെന്നും ആക്കി മാറ്റരുത്. കർത്താവിന് എപ്പോഴും ഇഷ്ടം വിധവയുടെ ചില്ലിക്കാശാണ്. നമുക്ക് എളിമപ്പെടാൻ പഠിക്കാം. ഒരിക്കലും ജീവിത വിജയങ്ങൾ നമ്മളെ അഹങ്കാരികളാക്കരുത്. നമ്മളെ കൂടുതൽ അത് വിനീതരാക്കട്ടെ. കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, നീ എവിടെയെങ്കിലും പോകുമ്പോൾ ഏറ്റവും മുന്നിലെ കസേര തിരഞ്ഞെടുക്കരുത്, നീ ഏറ്റവും പിന്നിലെ കസേര തിരഞ്ഞെടുക്കുക. അപ്പോൾ ആ ഗൃഹനാഥൻ വന്ന് എല്ലാവരുടെ മുമ്പിലും വെച്ച് നിന്നെ മുന്നോട്ട് ആനയിച്ച് നിന്നെ അവിടെ ഇരുത്തും. അത് നിനക്ക് ബഹുമതിയായിത്തീരും. കാലിത്തൊഴുത്തിൽ പിറന്നവൻ, തച്ചൻ്റെ മകൻ, കഴുതപ്പുറത്ത് യാത്ര ചെയ്തവൻ, ചുങ്കക്കാരുടെയും വ്യഭിചാരികളുടെയും കുഷ്ഠരോഗികളുടെയും പ്രേതബാധിതരുടെയും കൂടെയൊക്കെ സഞ്ചരിച്ചവൻ, എല്ലാവർക്കും വിധേയപ്പെട്ടുകൊണ്ട് ജീവിച്ച ക്രിസ്തു ജനിച്ചു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കാണാൻ വന്നത് ആട്ടിടയന്മാർ. അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് രാജാക്കന്മാരൊക്കെ വരുന്നത്. 2 കുറ്റവാളികളുടെ നടുവിൽ ഒരു കുറ്റവാളിയെ പോലെ കുരിശിൽ തറച്ച് കൊല്ലപ്പെട്ടവൻ, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ചവൻ, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്നും നമ്മളെ പഠിപ്പിച്ചവൻ. ഇവനെയാണ് നമ്മൾ അനുധാവനം ചെയ്യുന്നത്. ആ ക്രിസ്തുവിൻ്റെ വിനയം, ആ ക്രിസ്തുവിൻ്റെ എളിമ നമ്മുടെ എല്ലാ ഇടപാടുകളിലും, എല്ലാ വർത്തമാനങ്ങളിലും, നമ്മുടെ നടപ്പിലും, നമ്മുടെ സംഭാഷണത്തിലും എല്ലാം ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള എളിമയല്ല, ഒരു യഥാർത്ഥമായ എളിമ. കാരണം നമ്മൾ അത്രയൊക്കെ ഉള്ളൂ. ഇന്ന് കാണുന്നവൻ നാളെ ഇല്ല. ഇന്ന് വിജയശ്രീലാളിതനായിരിക്കുന്നവൻ നാളെ നിലം പറ്റുന്ന അവസ്ഥ. നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം കർത്താവിൻ്റെ ദാനമാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ നന്ദിയോടെ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്ക് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം.
ദൈവം നമ്മെ എല്ലാവരെയും എളിമ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒരിക്കലും വൻപ് പറയുന്നവരാകരുത്. ഈ ഒരു തുറവിയിലേക്ക് കർത്താവ് നമ്മുടെ എല്ലാവരെയും നയിക്കട്ടെ. യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise you, worship you, adore you, Jesus Christ. Love you, Jesus Christ. Hallelujah, hallelujah, hallelujah. കർത്താവെ, എളിമയെന്ന പുണ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. God bless.